ഹലോ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കണമെന്ന് വെച്ചാൽ മിഷൻ നന്നാക്കണ കടയിൽ വന്നിരിക്കണം കേട്ടോ. കാരണം ഇത് കഞ്ചൂസ് ഞാൻ മിഷൻ നന്നാൻ കൊടുത്തിട്ടുണ്ടായല്ലോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ കടയാണ്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞൊരു ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനെ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഈ ഹെൽമെറ്റ് എടുത്തോ, നല്ല ഹെൽമെറ്റാണ്, നല്ല ക്വാളിറ്റിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കാണിച്ചു തരണം. അതപ്പോൾ ഞാൻ ഇതെടുത്തു. ഇത് എൻ്റെ ഫസ്റ്റത്തെ ഹെൽമെറ്റ് ആണെങ്കിൽ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇതിൻ്റെ മിറർ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ശേഷം ഉച്ചയ്ക്ക് ഏട്ടൻ്റെ ഊണയ്ക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ഞാൻ ചോറൊക്കെ കൊടുത്തതിന് വിശേഷങ്ങളൊക്കെ പറയട്ടെ, ഹെൽമെറ്റ് മേടിക്കാൻ പോയി കാര്യങ്ങളൊക്കെ. പിന്നെ ഏട്ടന് ഞാൻ കൊടുത്തത് മീൻകറി, കൂർക്കുപ്പേരി, മീൻ വറുത്തത്, ചോറ്, അങ്ങനെ ഏട്ടൻ കൊടുത്തത് ഉച്ചയ്ക്ക്. അപ്പോൾ ഏട്ടനെ ഇടയ്ക്കൂടെ നല്ല ഫോൺ വിളിയും കാര്യങ്ങളാണ് കേട്ടോ. തിരക്കാണ്. അപ്പോൾ ഏട്ടൻ വേഗം പോകണം കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയ ശേഷം ഞാൻ ഗേറ്റൊക്കെ അടച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത കുറച്ച് പണികളിലേക്ക് കടക്കണം. അപ്പോൾ ഏട്ടൻ അതിനോട് പറഞ്ഞത് അകത്ത് പൂട്ടിക്കോളോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് പോകണം കേട്ടോ. അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയിപ്പോൾ ഞാൻ എന്താ പറയുക, പരിപ്പ് വട ഉണ്ടാക്കിയത് 4 മണിക്ക്. പരിപ്പ് വടയും കട്ടൻ ചേട്ടൻ ഞങ്ങൾക്ക് 4 മണിക്ക്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഹെൽമെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ഹെൽമെറ്റ് മേടിക്കാനുള്ള ഹെൽമെറ്റ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ പെങ്ങളാണ് കേട്ടോ. ചേച്ചിയാണെങ്കിൽ ഹെൽമെറ്റ് ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അപ്പൂസത്തെ ഈ പരിപ്പുട കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കണണ്ട കൊതിയായിട്ട്. അവന് ഭയങ്കര ഇഷ്ടം പരിപ്പുട. അപ്പോൾ പരിപ്പുടയുടെ എന്തോ പാട്ടൊക്കെ ആൾ പാടി തന്നിട്ട് എന്താ എനിക്ക് മനസ്സിലായില്ല പാട്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപ്പുട തന്നെ ഞാൻ അപ്പൂൻ്റെ അടുത്ത് കൊടുത്തുട്ടാ. അപ്പോൾ ഈ പരിപ്പുവട പാട്ട് ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണം കേട്ടോ, എനിക്കറിയില്ല. അതിന് ശേഷം ഈ കട്ടൻ ചായ ഉണ്ടാക്കണം ഞാൻ. അപ്പോൾ പിന്നെ പൊന്നൂസും നേട്ടനൊക്കെ വൈകുന്നേരം വന്നപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട പുഴുങ്ങണ ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പ്ലേറ്റ് പോലെ ഉണ്ട്, അതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇത് ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പും വെച്ചിട്ട് 14 മുട്ട വെക്കാൻ പറ്റിട്ടില്ല. അത് വെച്ചിട്ട് പുഴുങ്ങാനാണ്. അത് കറണ്ടിൽ കുത്തിയിട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചത്. പക്ഷേ ഇവർക്ക് ഇത് എങ്ങനെ വെക്കാമെന്നൊരു ഐഡിയ കിട്ടില്ല. അച്ഛനും മോളും കൂടി ഇത് ഇങ്ങനെയല്ല ദാസ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് വെച്ച് മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തു കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ, സൂപ്പറായിട്ട് മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മേടിച്ചെല്ലാവരും. അതിനുശേഷം ഞാനും പൊന്നും ഏട്ടനും കൂടി പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ ഇത് ഗേറ്റൊക്കെ അടച്ചിട്ട്. അപ്പോൾ അമ്മയും അപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങളതേ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.